ആസിഫിന്റെ കൂടെ മാത്രം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വിഷമായിരുന്നു പറയാൻ കലയാണ്. കാരണം ദുൽഖറും കൊണ്ട് ഈ പുതിയ താരനിരയിലുള്ള നായകന്മാരോട് എല്ലാം കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പൊ എന്താണ് ആസിഫിനോടൊരു പടം വന്നിരുന്നത്? അത് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു സിനിമയിലൂടെ എനിക്ക് സാധിച്ചു. എന്റെ ചക്കരയാണ് കേട്ടോ. എനിക്ക് ആസിഫ് എന്നുള്ള നടനേക്കാൾ ആസിഫ് എന്നുള്ള വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അത്രയധികം ഞങ്ങൾ തമ്മിലാണ് കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾ അഭിനയിച്ചുള്ളൂ. കാരണം ഈ സാധാരണ സിനിമയില് വില്ലനായി കഴിഞ്ഞ ഒരു അടി എവിടെന്നെങ്കിലും കിട്ടാതെ ആ പടം തീരുന്നില്ല. പക്ഷെ വക്കച്ചനെ ഒരു അടി പോലും പഠിക്കാതാണ് അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങനൊരു വില്ലൻ മലയാള സിനിമയിൽ ആദ്യമായിരിക്കും. ഒരു സ്ഥലത്ത് പോലും വക്കച്ചനെ പിടിച്ച് ചെയിൻ പിടിച്ച് പോലും കറക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനും വളരെ അപൂർവമായിരുന്നു. എനിവേസ് ഒരുപാട് സന്തോഷം. ക്യാമറമാൻ അപ്പു പ്രഭാകർ, എന്റെ ചെറുപ്പം ചെയ്ത ഉണ്ണിലാലു കൊണ്ട് കുഞ്ഞു വക്കച്ചനാണ്. ഉണ്ണിലാലുണ്ട്. സെറിൻ ഷിഹാബ്, എന്റെ ഭാര്യ പുഷ്പത്തിന്റെ ചെറുപ്പകാലം സെറിനൊക്കെ അസാധ്യമായിട്ട് ചെയ്തു. രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. മേഘ തോമസ്, എല്ലാവരും എടുത്തു പറയാൻ പറ്റുന്നില്ല. ഒരുപാട് പേരുണ്ട്. ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ വീണ്ടും ഉണ്ടാവട്ടെ. ചേട്ടാ വേണുചേട്ടാ, ഈ മാളികപ്പുറത്തിന്റെ ഫംഗ്ഷൻ കൊടുത്ത് എന്നെ വിളിക്കില്ല. ഇവിടെ ഞാൻ ഇവിടെ ഈ ആങ്കറൊക്കെ പറയുന്നുണ്ട് മാളികപ്പുറം കഴിഞ്ഞ വർഷം നടത്തി. അപ്പൊ ഞാൻ ഇതിനകത്ത് നല്ല റോൾ ചെയ്തിട്ട് എന്നെ വിളിച്ചില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വന്നത്. മറന്നുപോയി. തത്വമസി. താങ്ക് യു.